പ്രവാസലോകത്തെ വാർത്തകൾ. കാനഡയിൽ അഭയാർത്ഥി നിയമം കർശനമാക്കുന്ന പുതിയ ബിൽ വരുന്നു. അമിതമായ കുടിയേറ്റം തടയുകയാണ് ലക്ഷ്യം. പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന പുതിയ ബിൽ കാനഡയിൽ ആർക്കൊക്കെ അഭയം തേടാമെന്നതിനെക്കുറിച്ചുള്ള നിയമങ്ങൾ കർശനമാക്കും. നിർദ്ദിഷ്ട നിയമപ്രകാരം 2020 ജൂൺ 24 ശേഷം കാനഡയിൽ പ്രവേശിച്ച വിദേശ പൗരന്മാർക്കും അവിടെയെത്തി 1 വർഷത്തിൽ കൂടുതൽ കഴിഞ്ഞ് അഭയം തേടുന്നവർക്കും ഇനി സംരക്ഷണത്തിന് അർഹതയില്ല. കാനഡ US കര അതിർത്തി കവാടത്തിന് പുറത്തു കടക്കുന്നവരെയും അയോഗ്യരാക്കും. ഇത് ക്രമരഹിതമായ കുടിയേറ്റം തടയുക എന്ന ലക്ഷ്യത്തോടെയാണ്. നിലവിൽ അനധികൃതമായി അതിർത്തി കടക്കുന്ന വ്യക്തികൾക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിന് കുറഞ്ഞത് 14 ദിവസമെങ്കിലും കാത്തിരുന്നാൽ അഭയാർത്ഥി പദവി അവകാശപ്പെടാൻ അനുവാദമുണ്ട്. പുതിയ നിയമനിർമ്മാണം ആ വ്യവസ്ഥ നീക്കം ചെയ്യും. കഴിഞ്ഞ ജൂൺ 3 മുമ്പ് സമർപ്പിച്ച ക്ലെയിമുകൾക്ക് ഈ മാറ്റങ്ങൾ ബാധകമല്ല. കൗൺസിൽ ഗവർണറുടെ അധികാരങ്ങൾ വർദ്ധിപ്പിക്കാനും ബിൽ നിർദ്ദേശിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ട്രംപിന്റെ ഗോൾഡ് കാർഡ് പദ്ധതി ഇന്ത്യക്കാർക്കിടയിൽ മികച്ച സ്വീകാര്യത നേടുമെന്ന് US വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക്. US ഇന്ത്യ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഫോറം ലീഡർഷിപ്പ് സമ്മിറ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. $5 മില്യൺ നിക്ഷേപത്തിനു പകരമായി US-ൽ സ്ഥിരതാമസം വാഗ്ദാനം ചെയ്യുന്ന ട്രംപ് ഭരണകൂടത്തിന്റെ നിർദ്ദിഷ്ട ഗോൾഡൻ കാർഡ് വിസ പദ്ധതി വിജയിക്കുമെന്ന് ഹോവാർഡ് ലുട്നിക് പറഞ്ഞു. സമ്പന്നരായ ഇന്ത്യൻ പൗരന്മാർക്കിടയിൽ പ്രത്യേകിച്ചും ജനപ്രിയമാകുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യ US സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഫോറത്തിന്റെ ലീഡർഷിപ്പ് സമ്മിറ്റിൽ അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കി. ട്രംപ് കാർഡ് ആളുകൾക്ക് അമേരിക്കയിലേക്ക് വരാനുള്ള ഒരു വലിയ അവസരം സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ലുട്നിക് പറഞ്ഞു. ഇത് ഇന്ത്യയിൽ അവിശ്വസനീയമാം വിധം വിജയിക്കാൻ പോകുന്നതായും അദ്ദേഹം സൂചിപ്പിച്ചു. അമേരിക്കയിലേക്കുള്ള കുടിയേറ്റത്തിന്റെ സാധാരണ പാത മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് കരുതുന്നതായും അദ്ദേഹം പറഞ്ഞു. ഗ്രീൻ കാർഡിന്റെ മാതൃകയിൽ $5 മില്യൺ ഗോൾഡ് കാർഡാണ് ട്രംപ് കൊണ്ടുവരുന്നത്. അത് വിദേശികൾക്ക് US-ൽ താമസിക്കാനും ജോലി ചെയ്യാനും അവസരമൊരുക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്. 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഒറ്റ ടൂറിസ്റ്റ് പദ്ധതി വിസ ഈ വർഷം തന്നെ നടപ്പാക്കുമെന്ന് GCC സെക്രട്ടറി ജനറൽ അറിയിച്ചു. ഒരു വിസയിൽ 6 GCC രാജ്യങ്ങൾ സന്ദർശിക്കാൻ സൗകര്യമൊരുക്കുന്നതാണ് പദ്ധതി. കുവൈറ്റിൽ ചേർന്ന GCC വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലാണ് തീരുമാനം. GCC സെക്രട്ടറി ജനറൽ ജാസിം അൽബുദേവിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഷെങ്കൻ വിസ മാതൃകയിൽ ഏകീകൃത വിസ വരുന്നതോടെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗൾഫിലെ ഓരോ രാജ്യങ്ങളും സന്ദർശിക്കാൻ അതോടെ പ്രത്യേക വിസ എടുക്കേണ്ടി വരില്ല. വിസ സംവിധാനം നടപ്പാക്കുന്നതോടെ ഗൾഫ് പൗരന്മാർക്കും പ്രവാസികൾക്കും ഗതാഗതം കൂടുതൽ ലളിതകരമാകുമെന്നും യാത്രാ സൗകര്യം മെച്ചപ്പെടുന്നതിനും സഹായകരമാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എയർ ഇന്ത്യ ഡൽഹിയിൽ നിന്ന് മനിലയിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ ആരംഭിക്കുന്നു. ഒക്ടോബർ 1 മുതൽ സർവീസുകൾ തുടങ്ങും. ഇന്ത്യക്കും ഫിലിപ്പീൻസിനും ഇടയിൽ നേരിട്ട് സർവീസ് നടത്തുന്ന ഒരേയൊരു എയർലൈൻ കാരിയർ എയർ ഇന്ത്യ ആയിരിക്കും. എയർലൈൻ്റെ എയർബസ് A321 നിയോ വിമാനം ആഴ്ചയിൽ 5 തവണ സർവീസ് നടത്തും. തിങ്കൾ, ബുധൻ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിലാണ് സർവീസ്. ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് 14 ദിവസം വരെ വിസാരഹിത പ്രവേശനം അനുവദിക്കാനുള്ള ഫിലിപ്പീൻസിന്റെ സമീപകാല തീരുമാനത്തെ തുടർന്നാണ് ഈ നീക്കം. ഉച്ചയ്ക്ക് 1:20 പുറപ്പെട്ട് രാത്രി 10:40 മനിലയിലെത്തും. തിരിച്ചുള്ള വിമാനം രാത്രി 11:40 മനിലയിൽ നിന്ന് പുറപ്പെട്ട് അടുത്ത ദിവസം പുലർച്ചെ 3:50 ഡൽഹിയിൽ എത്തിച്ചേരും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബലിപെരുന്നാളിനെ വരവേൽക്കാൻ തയ്യാറെടുത്ത് UAE. വൻ ഓഫറുകളാണ് വ്യാപാര സ്ഥാപനങ്ങൾ നൽകുന്നത്. പെരുന്നാൾ നമസ്കാരത്തിനെത്തുന്ന വിശ്വാസികളെ സ്വീകരിക്കാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ആരാധനാലയങ്ങളും ഈദ്ഗാഹുകളും സജ്ജമായി. ദുബായ്, ഷാർജ, ഫുജൈറ എന്നിവിടങ്ങളിൽ മലയാളികളുടെ നേതൃത്വത്തിൽ ഈദ്ഗാഹുകൾ ഒരുക്കിയിട്ടുണ്ട്. പെരുന്നാൾ വസ്ത്രങ്ങൾ എടുക്കാനും സാധനങ്ങൾ വാങ്ങാനുമായി ജനങ്ങൾ കച്ചവട കേന്ദ്രങ്ങളിൽ എത്തിത്തുടങ്ങി. വൻ ഓഫറുകളാണ് വ്യാപാര സ്ഥാപനങ്ങൾ നൽകുന്നത്. UAE-യിലെ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ജൂൺ 5 മുതൽ 8 വരെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരക്ക് കണക്കിലെടുത്ത പ്രധാന റോഡുകളിലും പാർക്കിലും ബീച്ചിലും പോലീസ് പട്രോളിംഗ് ശക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.